ഹലോ ഗായ്സ്, കുറേ ദിവസമായിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ലേ അല്ലേ? കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യാണ്ടൊക്കെ ആയിരുന്നു. പനി പിടിച്ചു, പിന്നെ ജലദോഷവും കാര്യങ്ങളും ചുമയൊക്കെ വന്നിട്ട് ആകെ വയ്യാണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒന്ന് റെഡിയൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കുറേ തിരക്കിലായിരുന്നു ഞാൻ എൻ്റെ കോളേജിലെ വൈവി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ജോലിയൊക്കെ ചെറുതല്ല, വലിയൊരു, എനിക്ക് അത്യാവശ്യം എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ജോലിയാണ്. അങ്ങനെ എനിക്കൊരു ജോലി റെഡിയായി. അപ്പോൾ പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് മാറേണ്ടി വന്നു. അങ്ങനെ ഒന്ന് സെറ്റാവേണ്ട ഒരു തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണെന്ന് പറയാമെന്ന് വിചാരിക്കണത്. സമയം ഇന്നുണ്ട്, ഇഷ്ടംപോലെ സമയം എനിക്കുണ്ട്. ഇത്ര ദിവസം അങ്ങനെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വേഗം എണീറ്റ് കുളിച്ചിട്ട്, കാരണം എല്ലാവരും ഇവിടുത്തെ ഈ ഹോസ്റ്റലിൽ എല്ലാവരും വർക്ക് ചെയ്യണവരൊക്കെയാണ്. ഓരോ കമ്പനികളിലും IT കമ്പനികളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ടൈം ഉണ്ടാവില്ല റെഡി ആവാനായിട്ടായി. അപ്പം ഇന്ന് എനിക്ക് സമയം കിട്ടി. ഞാൻ വിചാരിച്ചു ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പടഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി എടുത്തൊക്കെ വെച്ച് വന്നപ്പോഴത്തേനും എന്താ സമയം ഇനിയും ബാക്കിയുണ്ട്. എൻ്റെ ഇനിയും 3/4 മണിക്കൂറോളം എനിക്ക് ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അത്ര സമയമുണ്ട്. ഇവിടുത്തെ എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നേ, റൂംമേറ്റ് ആണെങ്കിൽ നാട്ടിൽ പോയേക്കാണ്. അല്ലെങ്കിൽ പുള്ളിക്കാരനോട് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മര്യാദയ്ക്കൊന്ന് സെറ്റായി വരായിരുന്നു, പരിചയപ്പെട്ടൊക്കെ വരായിരുന്നു. പക്ഷെ ഇപ്പോൾ ആള് ഇവിടെ ഇല്ല, ആള് നാട്ടിൽ പോയേക്കാം. ആള് എന്താ പറയുക, ഒരാഴ്ച പിടിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കണേ. ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പരിചയപ്പെട്ട് അങ്ങനെ ചെയ്തല്ല. ജസ്റ്റ് പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആൾക്ക് പോകാനുള്ള ടൈം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെയാണ് ആള് പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം റൂമിലൊക്കെ ഒറ്റയ്ക്കാണ്. വന്നു കഴിഞ്ഞിട്ട് എന്താ പറയുക, സമയം പോണത് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എങ്ങനെ പോയാലും 6:30 കഴിയും. 7 മണി എടുത്താൽ 6:45 അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുഡിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മണി തുടങ്ങിയിട്ട് 8:45 വരെയുള്ളൂ. ആ ടൈമിൽ നമുക്ക് കോളുകൾ ഒരു വീട്ടിൽ നിന്നാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കും എല്ലാവരും കൂടെ. അങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകും. അവിടെ പോയി തന്നെ ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞ് നമുക്ക് അലക്കാനുണ്ടാവും, റെഡി, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് സമയം പോകുന്നത് അറിയില്ല. എങ്ങനെയാണ് 10 മണിയാവണേന്ന് പോലും ഞാനീ പറയണില്ല. അങ്ങനെ സമയം ഇഷ്ടം പോലെ എന്താ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു. മുമ്പൊക്കെ സമയം പോവുകയില്ലായിരുന്നു, ഇപ്പം സമയം തികയില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് എഴുതാനും പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നോക്കി ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഒട്ടും സമയം കിട്ടാറുണ്ടായിരുന്നല്ലേ. ഇന്നിപ്പോൾ ഈ ഒരു സമയം വേറെ ഒന്നും ഇരുന്ന് പഠിക്കാനുള്ള മൈൻഡ് ഇല്ല, കാരണം ഉറക്കം വരും. നേരത്തോടെ എണീറ്റിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം എന്താ പറയുക, ഉറക്കം വരും. പിന്നെ ഉറങ്ങിയപ്പോൾ കഴിഞ്ഞ് ഞാൻ എനിറ്റില്ല എന്ന് വരും ചിലപ്പോൾ. പിന്നെ ലേറ്റ് ആവും. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പോണ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിക്കണേ. നോക്കട്ടെ കേട്ടോ, ഉറപ്പൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചൊക്കെ തരാട്ടാ. അങ്ങനെ അപ്പോൾ നമ്മുടെ ടൈമായിട്ടോ പോകാനായിട്ടുള്ളത്. പിന്നെ എല്ലാ ഹോസ്റ്റലിലെ പോലെ ഈ ഹോസ്റ്റലിലും ഉണ്ട് കേട്ടോ. പോവാൻ നേരത്ത് നമ്മൾ ആ ബുക്കിൽ എഴുതി വെക്കണം പോകണ സമയവും, അതുപോലെ തിരിച്ചു വരുമ്പോഴും ഉണ്ട്. നമ്മുടെ പേരൊക്കെ എഴുതി ടൈമും ഡേറ്റൊക്കെ എഴുതി സൈനൊക്കെ ഇട്ടിട്ട് വേണം പോവാനായിട്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഭയങ്കര മഴയായിരുന്നു. ഇത് നല്ല വെയിലാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. 9:30-ക്കുള്ളിലാണ് കേട്ടോ എനിക്ക് ജോലിയിൽ പഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നടക്കാനായിട്ട്. ബാങ്കിലേക്കാണെങ്കിൽ കുറച്ചധികം നടക്കാനുണ്ട്. തലേ ദിവസം മഴ പെയ്തതിൻ്റെ വെള്ളമൊക്കെ റോട്ടിലുണ്ട്. ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ അതൊക്കെ മേത്ത് തെറിപ്പിക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് പാലാരിവട്ടം ജംഗ്ഷനെത്തിയിട്ടോ. പിന്നെ ഒരു മുതലിനെയും കാത്താണ് ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോവല്. ഈ വരണ സാധനമാണ് എൻ്റെ ഇവിടുത്തെ കൂട്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 നില മേലോട്ട് എത്തേണ്ടതുണ്ട്. ചെന്ന് കഴിഞ്ഞിട്ടൊരു 10:30 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചായയൊക്കെ കിട്ടും അവിടെ നിന്ന്. ഇന്നിപ്പോൾ ഇത്തിരി കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ്, കാരണം എനിക്കിന്ന് സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ദിവസമാണ്. അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബ്രാഞ്ച്. അവിടേക്ക് പോവാണ് ഞാൻ പോകുമ്പോഴൊരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം റോഡിൽ തിരക്കുണ്ടായിരുന്നു. നമ്മൾ റോഡ് പണി നടക്കുന്നുണ്ട്, വളരെ ഒതുങ്ങിയൊക്കെ വേണം നടക്കാനായിട്ട്, അല്ലെങ്കിൽ വേറെ വല്ല വണ്ടിയും കൊണ്ടുപോകും. ബാങ്കിൽ ചെന്നപ്പോഴത്തേനും കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ചെയ്തു തരാനായിട്ട് സ്പെഷ്യലായിട്ട് ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സംഭവം വേഗം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടീ കിട്ടും.
നമുക്ക് അവിടെ നിന്ന് തരും കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ടീ ഒക്കെ ഉണ്ട്. ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ എടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ വൈകുന്നേരം ഇറങ്ങി. ഞാൻ ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത്. മന്തിൻ്റെ അതുകൊണ്ട് ഇന്ന് ഇച്ചിരി അധികം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പേരൊക്കെ എഴുതണം, നമ്മൾ തിരിച്ച് കയറിയ ടൈമൊക്കെ എഴുതണം. അപ്പോൾ ഇത്രേ ഉള്ളൂ.